ഹായ് വെൽക്കം ബാക്ക് ടു ലബീസ് കിച്ചൻ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാലയുടെ റെസിപ്പി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കറുകാപ്പട്ടയാണ്. ഇതൊരു 5-6 പീസ് വരും. അപ്പോൾ ഒരു 5-6 പീസ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എടുത്ത് വെക്കണം. ഇതിൻ്റെ അളവ് എനിക്ക് വേറെ പറയാൻ അറിയില്ല. പിന്നെ നമ്മുടെ തക്കോലം സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനമില്ലേ, അതൊരു 10 എണ്ണം, ഒരു 8-10 എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഏലക്ക, ഞാനിപ്പോൾ ഇത് എണ്ണം പറയുവാണെങ്കിൽ ഇത് 25 ഏലക്ക വരും. ഞാൻ എണ്ണിയിട്ടില്ല, എൻ്റെ ഒരു ഊഹത്തിൽ പറയുവാണ്, ഒരു 25ഓളം ഏലക്ക വേണ്ടി വരും. ഇനി വേണ്ടത് ഗ്രാമ്പു ആണ്, കരയാമ്പു. അതൊരു 1 ടേബിൾ സ്പൂൺ വേണം. ഇതൊന്നും ഒരുപാട് കൂടി പോകരുത്, ഈ പറയുന്ന അളവിൽ തന്നെ എടുക്കണം. അപ്പം ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളകാണ്. അപ്പം ഞാനിതിപ്പം എപ്പോഴും ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കും. അപ്പോൾ ഇവിടെയും ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുവാണ്. നമ്മൾ കുരുമുളക് പൊടി പ്രത്യേകിച്ച് പൊടിച്ച് വെക്കാറുണ്ട്, എങ്കിലും ഗരം മസാലയുടെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. അതുപോലെ പെരിഞ്ജീരകം, വലിയ ജീരകം ഒരു 4 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഗരം മസാല കൂട്ട് ഉണ്ടാക്കുമ്പോഴും പെരിഞ്ജീരകമായിരിക്കണം കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ ഈ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പെരിഞ്ജീരകമാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ, അത് 1 ടേബിൾ സ്പൂൺ. അതും കൂടി പോകരുത്. പ്രത്യേകിച്ച് നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നല്ല ജീരകത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡിലൊക്കെ ഈ നല്ല ജീരകം ഒരുപാട് ചേർക്കാറുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. ഞാൻ പെരിഞ്ജീരകമാണ് കൂടുതലും ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം ഈ വലിയ പീസുള്ള ഐറ്റംസ് ഇട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് കറുകാപ്പട്ടയുടെ പീസാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സാധനം ഇടാവുള്ളൂ. അപ്പോൾ ജീരകമൊക്കെ ലാസ്റ്റാണ് നമ്മളിട്ട് വറുത്തെടുക്കുന്നത്, ചെറുതായതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നമ്മുടെ തക്കോല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക, പിന്നെ നമ്മളെടുത്ത് വെച്ച കരയാമ്പൂ, പിന്നെ കുരുമുളക്. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കറികൾക്ക് 1-2 സ്പൂൺ എടുത്ത് ഇട്ടാൽ മതി. എപ്പോഴും പൊടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് നാൾ പൊടിച്ച് വെച്ചിരുന്നാലും ഇതിൻ്റെ മണം പോവും. അതുകൊണ്ട് നല്ല ഒരു സ്മെല്ലിലിരിക്കണമെങ്കിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് പൊടിച്ച് വെച്ചാൽ മതി. ഒരു 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ ഒരു പ്രാവശ്യം പൊടിച്ച് വെച്ചാൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അത് കളറൊന്നും മാറി കരിഞ്ഞൊന്നും പോകരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകവും പിന്നെ നമ്മൾ എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ ജീരകവും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ടാൽ മതി. അതിന് ഒരുപാട് നേരം അതിങ്ങനെ ഇതിനകത്ത് പാനിൽ കിടക്കുവാണെങ്കിൽ കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടിൻ്റെ ചട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാനിലിട്ടിട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിയുടെ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു മണം കിട്ടും. അപ്പം ഇത് ഇട്ടെടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ 1 ടേബിൾ സ്പൂൺ മല്ലി ഇങ്ങനെ ഉണ്ടെങ്കിൽ, പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കറികളിലൊക്കെ സാധാരണ മല്ലിപ്പൊടി പ്രത്യേകം ചേർക്കാറുണ്ട്, എങ്കിലും ഗരം മസാല പൊടിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അതും കൂടി ഒന്ന് ഇട്ട് വെക്കണം. ഇനി ഈ ഗരം മസാല പൊടിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്താൽ പിന്നെ ഇത് ഒരുപാട് നേരം ഇങ്ങനെ മിക്സി ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിതൊരു എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റുവാണ്. ഇതിപ്പം ചിക്കൻ കറി ആയാലും അതുപോലെ മുട്ടക്കറി ആയാലും പിന്നെ പൊട്ടാറ്റോ കറി എല്ലാത്തിനും നല്ലതാണ്. നമ്മളത് കുറച്ച് പൊടിച്ച് വെച്ചിരുന്നാൽ
പ്രത്യേകിച്ച് പിന്നെ പീസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. കറികൾ വെക്കാൻ നേരത്ത് മാത്രം ഇത് തുറന്നാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് ഒരിക്കലും പൊടിച്ച് വെക്കരുത്. അപ്പോൾ ഈ ഗരം മസാലയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ലുബീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാമും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ താങ്ക്സ്.